കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, ആ മേഖലയിൽ വലിയ മഴ ഉണ്ട് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കുഴപ്പമില്ല. മഴ ഇടവിട്ട് ശക്തമായി പെയ്യുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. 3 ദിവസം റെഡ് അലേർട്ട് ആയിരുന്നു. അതിൻ്റേതായിട്ടുള്ള ശക്തിയുള്ള മഴകളൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിലും, അത് എടുത്തു പറയേണ്ടത് കിഴക്കൻ മേഖലയിലാണ്. പാല, ഈരാറ്റുപേട്ട, അതുപോലെ തന്നെ മുണ്ടക്കയം, തീക്കോയി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലൈവിന് വേണ്ടി നിൽക്കുമ്പോൾ അതിശക്തമായി മഴ പെയ്തു. പക്ഷേ പെട്ടെന്ന് മഴ ഇല്ലാതാവുന്ന, മഴ തോരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. മീനച്ചിലാറ്റിൽ എന്തായാലും ഈ 2 ദിവസത്തെ മഴ കൊണ്ട്, രാത്രികാലങ്ങളിലെ മഴ കൊണ്ട് ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വന്നു. ജലനിരപ്പ് കിഴക്കൻ മേഖലയിൽ, മീനച്ചിലാറിൻ്റെ കിഴക്കൻ മേഖലയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. അല്ലാതെ മറ്റ് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ മഴക്കെടുതികളോ ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ട്. കിഴക്കൻ മേഖലയിൽ വ്യത്യസ്തമായിട്ട് സ്ഥിരമായി രാത്രികാലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. ഇതൊഴിച്ചു നിർത്തിയാൽ മഴക്കെടുതികളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. കൺട്രോൾ റൂം താലൂക്ക് കേന്ദ്രീകരിച്ച് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ നമ്പറുകളിൽ ബന്ധപ്പെടാനാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രയ്ക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാർമല വെള്ളച്ചാട്ടമുണ്ട്, അരുവിയുണ്ട്, അവിടെ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നു. ഇതല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി രാത്രികാലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് തന്നെ നെല്ല് സംഭരിക്കാത്ത ചില കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് ഉള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രജിൻ, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.